നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഐറ്റം ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടാണ്. പയ്യോളി ചിക്കൻ ഫ്രൈ ഒക്കെ പോലെ തന്നെ കോക്കനട്ട് തയ്യാറാക്കുന്ന ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ്. സിമ്പിളായൊരു മെത്തേഡാണ്. അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയായിട്ടുള്ള ചിക്കൻ ഒട്ടും വെള്ളമില്ലാണ്ട് മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് 2-3 പീസ്. അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, നമ്മൾ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യാണ്. സാധാ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ ഓപ്ഷനായിട്ട് ജസ്റ്റ് ഒന്ന് ചെറുള്ളിലേക്ക് റെഡി ആക്കിയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ 1/2 നാരങ്ങയുടെ പീസ് നമ്മൾ അതിലേക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് വെച്ചിട്ടുള്ള കറിവേപ്പില. ഇതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചേർക്കാവുന്ന ഐറ്റംസാണ് ഇതെല്ലാം. ഒരുപാട് ഓവറായിട്ടുള്ള മസാല നമ്മളിതിൽ ഇതിലാക്കുന്നില്ല. ഇനി നമ്മൾ ഓരോരോ പീസ് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാണ്. ഇത് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് മാറ്റുന്നില്ല, ഒരു ക്രഞ്ചി ഇതായിട്ട് എടുക്കുന്നില്ല, മീഡിയം പരുവത്തിൽ തന്നെയാണ് നമ്മളിത് കോരി മാറ്റുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ കോട്ടിംഗ് ആയിട്ടുള്ള മസാല കൂടി തയ്യാറാക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചിക്കനെ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റുള്ള കോക്കനട്ട് ചിരകി വെച്ചിട്ടുള്ളത് ഒരു പിടി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടെടുത്തു. ഇതിലേക്ക് നമ്മൾ ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി പേസ്റ്റിൻ്റെ തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ സാധാ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും ഈ ഒരു ഇതിൽ കിട്ടും. ഇനി നമ്മൾ തയ്യാറാക്കാനായിട്ട് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ, അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒരു 1/4 ഭാഗം നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സവാള മീഡിയം വലുപ്പത്തിലുള്ളത് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. അതിലേക്ക് 3 പീസ് ഉണക്കമുളക് കട്ട് ചെയ്ത്, കറിവേപ്പില അല്പം ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇത് ഒരുപാട് നമ്മൾ കുക്കാക്കുന്നില്ല. അല്പം സോട്ടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമ്മൾ ആകെ ഇട്ട് കൊടുക്കുന്ന മസാല ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റിൻ്റെയും കോക്കനട്ടും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യാണ്. ഒരു 2-3 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ കുക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മീഡിയം പരുവത്തിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചിക്കൻ്റെ സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗാർണിഷിനായിട്ട് മല്ലിയിലയും ഒരു 1/4 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് ഒരല്പം, ഇപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് നേരത്തെ ഒഴിച്ചു കൊടുത്താലും ജസ്റ്റ് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഒരു ഗ്ലേസിന് വേണ്ടിയാണ് നമുക്ക് അല്പം സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ലൊരു ഗ്ലേസിങ്ങിലായിട്ട് ഇത് കിട്ടും. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. വേണമെങ്കിൽ അല്പം തൈര് ഒഴിക്കാം, അല്ലെങ്കിൽ അല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് ഏത് രീതിയിലും ഇതിനെ നമുക്ക് നല്ല റിച്ച് ആക്കി എടുക്കാവുന്ന ഒരു സംഭവമാണത്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ റെഡ് ചില്ലിക്ക് നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും കൃഷി ചെയ്തിട്ടുള്ള പീസ് ഇടുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ജസ്റ്റ് ഉണക്കമുളക് ഇട്ടിട്ട് തന്നെയാണ് അവസാനം ഫിനിഷിങ് ചെയ്യുന്നത്. അപ്പോൾ ഉണക്കമുളകിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട്, കറിവേപ്പിലേക്ക് എല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇതിൽ മല്ലിയില, നെയ്യ് എല്ലാം ഒഴിച്ചിട്ടാണ് ഈ സംഭവം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ മാത്രം ആഡ് ചെയ്തതിനൊക്കെ ഒരുപാട് ഇതാക്കി എടുക്കാവുന്ന ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്.